ഹായ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കൗൺസിൽ. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് അല്ലെങ്കിൽ തുടക്കക്കാർക്കുള്ള ഇംഗ്ലീഷ് ക്ലാസ്സസിൻ്റെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ നോക്കുന്നത്. സോ ദ ടോപ്പിക് ഈസ് സബ്ജക്റ്റ് പ്ലസ് പ്ലീസ്. ഈ ടോപ്പിക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം വളരെ എളുപ്പത്തിൽ ചോദിക്കുന്ന രീതിയാണ് സബ്ജക്റ്റും പ്ലീസും കൂടെ ചേർത്ത് മാത്രം ഒരു കാര്യം ചോദിക്കുന്ന രീതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാം. ഒരു ചോദ്യം ചോദിക്കാനും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും സെൻറ്റൻസ് ഫ്രെയിമിങ്ങും ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ വളരെ എളുപ്പത്തിൽ തുടക്കക്കാർക്ക് ജസ്റ്റ് പ്ലീസ് മാത്രം ആഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. നമുക്ക് ഓൾറെഡി ഉള്ളൊരു ശൈലി തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരാളുടെ അഡ്രസ്സ് ചോദിക്കണം. അപ്പോൾ നമ്മൾ നോർമലി ചോദിക്കുന്ന രീതി എങ്ങനെയാണ്? പ്ലീസ് ഗീവ് മീ യുവർ അഡ്രസ്സ് എന്നാണ്, അല്ലേ? പ്ലീസ് ഗീവ് മീ യുവർ അഡ്രസ്സ്, ദയവായി താങ്കളുടെ അഡ്രസ്സ് തരൂ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അതിന് പകരമായിട്ട് ജസ്റ്റ് താങ്കളുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ യുവർ അഡ്രസ്സ് എന്നാണ് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് പ്ലീസും ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിവാക്കി യുവർ അഡ്രസ്സ് പ്ലീസ് എന്ന് നമുക്ക് ചോദിക്കാം. സോ പ്ലീസ് ഗീവ് മീ യുവർ അഡ്രസ്സ് എന്ന് ചോദിക്കുന്നതിന് പകരം യുവർ അഡ്രസ്സ് പ്ലീസ്. അപ്പം ഈ ഒരു വേ ഓഫ് ആസ്കിങ് ഏറ്റവും ഹെൽപ്ഫുള്ളാണ് തുടക്കക്കാർക്കാണ്. കാരണം ഈ ഒരു സെൻറ്റൻസും ഇതിൻ്റെ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ ഈ സെൻറ്റൻസ് എല്ലാം കൂട്ടി ചോദിക്കുന്നതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ആകാം. പക്ഷേ ഇത് വളരെ എളുപ്പമാണ്. ഇതിലും കൂടുതൽ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാൻ പറ്റില്ല. നമ്മളുടെ ചോദിക്കേണ്ട കാര്യം അതിൻ്റെ കൂടെ ജസ്റ്റ് പ്ലീസ് മാത്രം. ഒരാളുടെ പേരാണ് ചോദിക്കേണ്ടെങ്കിലോ, താങ്കളുടെ പേര് എന്ന് പറഞ്ഞാൽ യുവർ നെയിം എന്നാണ്, അല്ലേ? യുവർ നെയിം, താങ്കളുടെ പേര്. അപ്പം അതാണ് ചോദിക്കണമെങ്കിൽ യുവർ നെയിം പ്ലീസ്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വേറെ ഇപ്പം പേരും അഡ്രസ്സും അല്ലെങ്കിൽ കീ, അപ്പം കീ പ്ലീസ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ബില്ലാണെങ്കിൽ ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചു, നമുക്ക് ഇതിനോട് ബില്ല് ചോദിക്കണം. അപ്പം ബിൽ പ്ലീസ് എന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, സോ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കുന്നൊരു രീതി. ഇനി നമുക്ക് കുറച്ച് കൂടി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരെണ്ണം കൂടി എന്നൊക്കെ ചോദിക്കുന്ന രീതി, അതും കൂടെ നമുക്ക് നോക്കാം. ഇപ്പം കുറച്ച് കൂടി എന്ന് പറഞ്ഞാൽ സം മോർ, കുറച്ച് കൂടി വേണം. ഇപ്പം നമുക്ക് കുറച്ച് കൂടി എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം കുറച്ചുകൂടി ഐസ്ക്രീം വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി റൈസ് വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സം മോർ റൈസ് പ്ലീസ്, അല്ലെങ്കിൽ സം മോർ ഐസ്ക്രീം പ്ലീസ്. അപ്പം കുറച്ച് കൂടി എന്ന് പറഞ്ഞാൽ എപ്പോഴും സം മോർ എന്ന ടേം ഉപയോഗിക്കുക. ഓക്കെ, സം കുറച്ച്, മോർ കൂടി, അപ്പം കുറച്ച് കൂടി സം മോർ. അപ്പോൾ സം മോർ റൈസ് പ്ലീസ്. ഇനി എനിക്ക് ഒരെണ്ണം കൂടെ വേണം, ഒരെണ്ണം കൂടെ കൂടുതൽ വേണം എന്നാണെങ്കിൽ വൺ മോർ. ഇപ്പം ഒരു ചായ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? എ ടീ പ്ലീസ് എന്നാണ് ചോദിക്കേണ്ടത്. ഒരു ചായ വേണം, എ ടീ പ്ലീസ്. ഒരു എന്നുള്ള വാക്കിന് പകരമായിട്ട് ഇംഗ്ലീഷിൽ വൺ ടീ എന്ന് പറയേണ്ട ആവശ്യമില്ല, എ ടീ എന്ന് പറഞ്ഞാൽ മതി. അതേസമയത്ത് രണ്ടെണ്ണമാണെങ്കിൽ ടു എന്നുള്ള നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യണം. പക്ഷേ ഒരെണ്ണമാണെങ്കിൽ നമുക്ക് ഇവിടെ ചായയുടെ കാര്യത്തിൽ നമുക്ക് എ എന്ന് ചേർത്താൽ മതി. എ എന്ന് പറഞ്ഞാലും അവിടെ ഒരു എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പം എ ടീ പ്ലീസ്, ഒരു ചായ തരൂ എന്നാണ് അർത്ഥം. അപ്പം ഒരു ചായ കൂടി വേണം എക്സ്ട്രാ ആയിട്ട്, ഒരെണ്ണം കൂടി എക്സ്ട്രാ ആയിട്ട് വേണമെന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കും? അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട രീതിയാണ് വൺ മോർ ടീ പ്ലീസ്. എങ്ങനെയാണ്? വൺ മോർ ടീ പ്ലീസ്. അപ്പം ഒരു ചായയും കൂടെ അധികം വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇനി മറ്റെന്തെങ്കിലും വേണോ, മറ്റെന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? മറ്റെന്തെങ്കിലും എന്നാണെങ്കിൽ നമുക്ക് വേറെ ചോദിക്കുന്ന 2-3 രീതികളുണ്ട്. അത് ഏറ്റവും നല്ല രീതി എനിത്തിങ് എൽസ് പ്ലീസ്. എനിത്തിങ് എൽസ്, എനിത്തിങ് എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്ന രീതിയാണ് എനിത്തിങ് എൽസ് പ്ലീസ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും കൂടെ അവസാനം നമ്മൾ പ്ലീസ് ചേർത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വേണോ എന്നാണ് ചോദിക്കണമെങ്കിൽ, കൂടുതലായിട്ട് എന്തെങ്കിലും വേണോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ എനിത്തിങ് മോർ പ്ലീസ്. എങ്ങനെ ചോദിക്കേണ്ടത്? എനിത്തിങ് മോർ പ്ലീസ്. അപ്പം ഇന്ന് നമ്മൾ നോക്കിയ ഒരു ശൈലി വളരെ ഫ്രീ ആണ്, വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ചോദിക്കാവുന്ന രീതിയാണ്. ഇനി ലേശം, അല്പം എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് എ ബിറ്റ്. ഏതാണ്? എ ബിറ്റ്. അപ്പം കുറച്ച് കൂടി, ലേശം കൂടി സോൾട്ട് വേണം എന്നാണെങ്കിലോ എ ബിറ്റ് മോർ സോൾട്ട് പ്ലീസ്. കുറച്ച് കൂടി എന്നുള്ളതേ കൊണ്ടാണ് കുറച്ച്, ലേശം, അല്പം, ആ ലേശം എന്നുള്ള വാക്ക് എ ബിറ്റ് എന്നാണ്, ബിറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടി വേണം, ലേശം കൂടി വേണമെന്നാണെങ്കിൽ എ ബിറ്റ് മോർ സോൾട്ട് പ്ലീസ് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം കുറച്ച് കൂടി എന്ന് പറയുമ്പോൾ കൂടുതൽ അളവാണ്, ലേശം കൂടി എന്ന് പറയുമ്പോൾ അതിനേക്കാളും ചെറിയ അളവാണ് വേണ്ടത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ടൈമാണ് എ ബിറ്റ് മോർ സോൾട്ട് പ്ലീസ്. ഇനി ഒരല്പം പഞ്ചസാര തരൂ, ഒരല്പം പഞ്ചസാര തരൂ. അപ്പം എ ബിറ്റ് ഓഫ് ഷുഗർ പ്ലീസ് എന്ന് ചോദിച്ചാൽ മതി. എ ബിറ്റ് ഓഫ് ചേർത്ത് ചോദിക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ നോക്കിയ രീതികളെല്ലാം പ്ലീസ് ചേർത്ത് ഒരു കാര്യം ചോദിക്കാവുന്ന രീതിയാണ്. സോ യുവർ നെയിം പ്ലീസ്, യുവർ അഡ്രസ് പ്ലീസ്, യുവർ ഫോൺ പ്ലീസ്, യുവർ കീ പ്ലീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും യുവർ കാർ പ്ലീസ്, എന്തുവാ. അപ്പം ജസ്റ്റ് സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലീസ് മാത്രം ചേർത്ത് വളരെ എളുപ്പത്തിൽ നമുക്കിനി കാര്യങ്ങൾ ചോദിക്കാം. സോ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആകും. കാരണം തുടക്കത്തിൽ നമുക്ക് ജസ്റ്റ് ആ കാര്യവും അതിനോടൊപ്പം പ്ലീസ് മാത്രം ചേർത്താൽ മതി. നമുക്ക് ഏതൊരു കാര്യവും ആരോടും ചോദിക്കാം,
ആൻഡ് ഇത് നമുക്ക് ശരിയായിട്ട് ചോദിക്കുന്ന രീതിയും കൂടെയാണ്. സോ ഇറ്റ്സ് വെരി ഈസി ആൻഡ് എല്ലാവരും ഈ ക്ലാസ് കറക്റ്റായിട്ട് നോക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഡേ 3 ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് വേറൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.